ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൾ. പുതിയ ചാപ്റ്ററാണ് നമ്മൾ തുടങ്ങുന്നത്. മാഗ്നറ്റിസം എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. അതായത് മാഗ്നറ്റുകൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അതുകൂടാണ്ട് മാഗ്നറ്റിക് സർക്യൂട്ടുകൾ, വൈദ്യുതി ഉപയോഗിച്ച് എങ്ങനെയാണ് മാഗ്നറ്റിക് സർക്യൂട്ടുകൾ ഉണ്ടാക്കുക, ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. അതിൻ്റെ ശേഷം ഇൻഡക്റ്റൻസിൻ്റെ കാര്യങ്ങൾ, കപ്പാസിറ്റൻസിൻ്റെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ AC സർക്യൂട്ടിൽ വരുന്ന റിയാക്റ്റൻസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ടോപ്പിക്ക് മാഗ്നറ്റിസം ആണ്. എന്താണ് മാഗ്നറ്റിസം എന്നുള്ളത് നോക്കാം. മാഗ്നറ്റിസം അല്ലെങ്കിൽ മാഗ്നറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്നത് തന്നെയാണ്, കാന്തിക സ്വഭാവമുള്ള വസ്തുക്കളാണ് മാഗ്നറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ബാർ മാഗ്നറ്റുകൾ അല്ലെങ്കിൽ യു മാഗ്നറ്റുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ നിർമ്മിക്കുന്നതാണ്. അതായത് കാന്തിക സ്വഭാവമുള്ള വസ്തുക്കളിലെ കുറച്ചും കൂടെ പവർ വൈദ്യുതി ഉപയോഗിച്ച് കുറച്ച് ഇൻഡ്യൂസ് ചെയ്യിപ്പിച്ചിട്ട് പവർ കൂട്ടിയിട്ടാണ് അങ്ങനത്തെ മാഗ്നറ്റുകൾ നിർമ്മിക്കുന്നത്. അപ്പോൾ മാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ഒരു ആകർഷണം അല്ലെങ്കിൽ വികർഷണം, ബലം ഉണ്ടാക്കുന്ന ഒരു ഫീൽഡാണ്. അല്ലെങ്കിൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ഫീൽ ചെയ്യാനേ പറ്റുള്ളൂ, അത് കാണുക എന്നുള്ളത് അല്ല. പക്ഷെ ആ ഒരു ഫോഴ്സ് ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലമാണ്, ഒരു ഫിനോമിനാണ് മാഗ്നറ്റിസം. അപ്പോൾ അത് ശരിക്കും വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഓരോ വസ്തുവിൻ്റെയും ഡിപ്പെൻഡൻസ് ആയിട്ടാണ് ഈ മാഗ്നറ്റിക് പ്രോപ്പർട്ടി വരുന്നത്. എല്ലാ വസ്തുക്കളിലും അവർക്ക് ഓരോ മാഗ്നറ്റിക് പ്രോപ്പർട്ടികൾ ഉണ്ടായിരിക്കും. പക്ഷേ എല്ലാവർക്കും ഒരേപോലെ ആയിക്കൊള്ളുന്നില്ല. ഇപ്പം നമ്മൾ കാണുന്ന ഈ ഗാന്ധങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള അതിന് പെർമനൻ്റ് മാഗ്നറ്റായിട്ട് ബിഹേവ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ട്. അതായത് വേറൊരു വസ്തുവിനെ കാന്തിക സ്വഭാവം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്വഭാവമാണ് ഈ കാന്തങ്ങൾക്കുള്ളത്. അതുകൊണ്ടാണ് അവരുടെ പെർമനൻ്റ് മാഗ്നറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എല്ലാ വസ്തുക്കളിലും ഈ സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഒരു മെറ്റൽ സ്ക്രൂ, അതായത് ഒരു ഇരുമ്പിൻ്റെ സ്ക്രൂ ആണ് നമ്മളെ കയ്യിലുള്ളത്. അത് നമ്മൾ ഒരു ബാർ മാഗ്നറ്റിന് അടുത്ത് കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ ആ സ്ക്രൂ ബാർ മാഗ്നറ്റിനെ ഒട്ടിപ്പിടിക്കും. അത് ഒട്ടിപ്പിടിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ, ബാർ മാഗ്നറ്റ് അടുത്ത് കൊണ്ടുവയ്ക്കുമ്പോൾ ബാർ മാഗ്നറ്റിൻ്റെ ഫീൽഡിൽ, മാഗ്നറ്റിക് ഫീൽഡിൽ, കാന്തിക വലയത്തിൻ്റെ ഉള്ളിൽ പെടുന്ന സമയത്ത് ഈ സ്ക്രൂവിനകത്തും ഇതേപോലൊരു ഗാന്ധ സ്വഭാവം നിർമ്മിക്കപ്പെടുകയാണ്. അതായത് സ്ക്രൂ ഒരു നോർത്തും സൗത്തും എന്ന് പറഞ്ഞാൽ ഉത്തര ധ്രുവം ദക്ഷിണ ധ്രുവം, അങ്ങനെ രണ്ട് ധ്രുവങ്ങളായിട്ട് മാറിയിട്ട് എന്ത് ചെയ്യാണ്, സാധാരണ പോലെ ഒട്ടിപ്പിടിക്കുന്നതാണ്. അപ്പോൾ ഈ സ്വഭാവമാണ് മാഗ്നറ്റിസം അല്ലെങ്കിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനി മാഗ്നറ്റുകൾ, കാന്തിക സ്വഭാവമുള്ളതിന് നമ്മൾ രണ്ടായിട്ടാണ് തരംതിരിച്ചുള്ളത്: നാച്ചുറൽ മാഗ്നറ്റ്സും ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സും. നാച്ചുറൽ മാഗ്നറ്റ്സ് എന്ന് പറഞ്ഞാൽ ആദ്യമേ തന്നെ, അതായത് നമ്മൾ ഒരു പരീക്ഷണമോ അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റോ ഒന്നും ചെയ്യാതെ തന്നെ അതിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഘടനയിൽ തന്നെ അതൊരു കാന്തിക വലയം കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലാണ് നാച്ചുറൽ മാഗ്നറ്റ് എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് ലോഡ് സ്റ്റോൺ എന്ന് പറയുന്ന കല്ല്. അത് ഇരുമ്പിൻ്റെ കോമ്പൗണ്ടാണ്, മണ്ണിനടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഇരുമ്പിൻ്റെ ഒരു കോമ്പൗണ്ട് മിശ്രിതമാണ്. അപ്പോൾ ആ മിശ്രിതത്തിന് ഇതുപോലത്തെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, നാച്ചുറൽ മാഗ്നറ്റ് ആയിട്ടുള്ള. ഇനി രണ്ടാമത്തെ വിഭാഗം ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് ആണ്. ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന മാഗ്നറ്റ് എന്നാണ് പറയുന്നത്. അതിൽ തന്നെ ടെമ്പററി ഉണ്ട്, പെർമനൻ്റും ഉണ്ട്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റിന് രണ്ട് ഉദാഹരണങ്ങൾ വരാൻ കാരണം, ടെമ്പററി മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ വൈദ്യുതി കൊടുത്തുകൊണ്ട് ഉണ്ടാക്കുന്ന മാഗ്നറ്റുകളാണ്, ഇലക്ട്രോ മാഗ്നറ്റ്. അതായത് ഒരു പച്ചിരുമ്പ് കോറിനകത്ത് ചെമ്പ് കമ്പി ചുറ്റി വെച്ചിട്ട്, പച്ചിരുമ്പ് കോറിൻ്റെ പുറമെ ചെമ്പ് കമ്പി ചുറ്റി വെച്ചിട്ട് എന്ത് ചെയ്യാണ്, ആ ചെമ്പ് കമ്പിയിൽ നമ്മളൊരു DC സോഴ്സോ അല്ലെങ്കിൽ ഒരു AC സോഴ്സോ കൊടുക്കുന്നതിനനുസരിച്ച് അതെന്താകും, ഒരു മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. അങ്ങനത്തെ മാഗ്നറ്റാണ് ടെമ്പററി മാഗ്നറ്റ്. ടെമ്പററി മാഗ്നറ്റ് എന്ന് പറയാൻ കാരണം, നമ്മൾ വൈദ്യുതി എത്ര നേരം സപ്ലൈ ചെയ്യുന്നോ അത്രയും നേരം മാത്രമേ അതിനൊരു മാഗ്നറ്റിക് ബിഹേവിയർ അല്ലെങ്കിൽ സ്വഭാവം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അതിന് ടെമ്പററി മാഗ്നറ്റ് എന്ന് വിളിക്കുക. താൽക്കാലികമായിട്ട് മാത്രം ഉള്ള കാന്തിക സ്വഭാവം കാണിക്കുന്നവർ. ഇനി പെർമനൻ്റ് മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഭൂമിയിൽ നിന്ന് അടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന വസ്തുക്കൾ തന്നെ ചിലപ്പം കാന്തിക സ്വഭാവം ഒരു കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് അതിൻ്റെ ശക്തി കുറവായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ ശക്തി കുറവായിട്ടുള്ളതിൽ നമ്മൾ പല പ്രക്രിയകൾ ചെയ്തിട്ട് എന്ത് ചെയ്യും, പെർമനൻ്റ് മാഗ്നറ്റ് ആയിട്ട് മാറ്റും. അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് സ്റ്റീല്, നിക്കൽ, അൽനിക്കോ, ടങ്സ്റ്റൺ അങ്ങനെയുള്ള കോമ്പൗണ്ടുകൾ. അതായത് കോമ്പൗണ്ടുകൾ എന്ന് പറഞ്ഞാൽ ലവണ മിശ്രിതങ്ങളാണ്. ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഒരുപാട്, ഇപ്പോൾ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ഇരുമ്പ്, കോപ്പർ, അതുപോലെ തന്നെ കാർബൺ, അങ്ങനത്തെ ഒക്കെ ഓരോ എലമെൻറ്റുകളുടെ, മൂലകങ്ങളുടെ മിശ്രിതമാണ്.
അതുപോലെ തന്നെ അൽനിക്കോ എന്ന് പറഞ്ഞാൽ അലുമിനിയം നിക്കൽ കൊബാൾട്ട് എന്നുള്ള മിശ്രിതമാണ്. ടങ്സ്റ്റൺ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഒരു മിശ്രിതമാണ്. ലോഹസങ്കരങ്ങളാണ്. അപ്പോൾ ആ ലോഹസങ്കരങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഈ സ്വഭാവം പെർമനൻറ്റ് മാഗ്നറ്റ് സ്വഭാവം ചെറിയ തോതിൽ ഉണ്ടായിരിക്കും. പക്ഷേ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറൊരു കാന്തത്തിൻ്റെ കുറച്ച് ശക്തി കൂടിയ ഒരു കാന്തത്തിൻ്റെ അടുത്ത് കൊണ്ടുവയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയും ഈ കാന്തിക സ്വഭാവത്തിൻ്റെ ശക്തി മാറ്റാൻ പറ്റും. അങ്ങനെയാണ് ടെമ്പററി മാഗ്നറ്റ് എന്നും പെർമനൻറ്റ് മാഗ്നറ്റ് എന്നും രണ്ട് തരത്തിലാണ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് വരുന്നത്. പിന്നെ സാധാരണയായിട്ട് നാച്ചുറൽ മാഗ്നറ്റ്. ഇത്രയാണ് ഒരു ഒരു കാന്തിക വലയം ഉണ്ടാക്കുന്ന മെറ്റീരിയൽ വസ്തു എന്നുള്ള ഇതിൽ കാന്തത്തിന് പറയുന്നത്. ഇനി ടൈപ്പ് ഓഫ് മാഗ്നറ്റ് എന്നുള്ളത് നീഡിൽ മാഗ്നറ്റ്, ഹോഴ്സ് മാഗ്നറ്റ്, ബാർ മാഗ്നറ്റ്, പിന്നെ ഓവൽ ഷേപ്പ്, റിംഗ് മാഗ്നറ്റ്. ഈ റിംഗ് മാഗ്നറ്റ് നമ്മൾ സ്പീക്കേഴ്സിൻ്റെ ഒക്കെ ബാക്കിൽ ഉണ്ടാകുന്ന സാധനമാണ് റിംഗ് മാഗ്നറ്റ്. അതേപോലെ തന്നെ ഈ ഓസ് ടൈപ്പ് യു മാഗ്നറ്റ് എന്നും കൂടി അതിനെ പറയും. ഹോഴ്സ് ഷൂ എന്നുള്ളതിന് യു മാഗ്നറ്റ് എന്നും കൂടി പറയും. അപ്പോൾ ഇത്രയും ടൈപ്പാണ് മാഗ്നറ്റ്, അതായത് കാന്തിക സ്വഭാവം ഉള്ളതിൽ വരുന്നത്. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ അടിസ്ഥാനമായിട്ട് ബേസിക് ആയിട്ട് എങ്ങനെയാണ് കാന്തിക സ്വഭാവം വരുന്നതെന്നുള്ള, ഇപ്പോൾ ഈ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതൊരു വസ്തുവാണ്. അതായത് ചെറിയ ചെറിയ മാഗ്നറ്റുകൾ ഒരു വസ്തുവിനുള്ളിലുണ്ട്. അത് ഈ മാഗ്നറ്റുകൾ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ ആറ്റോമിക് ഘടനയിലുള്ള എങ്ങനെയാണ് അവർ നിൽക്കുന്നത് എന്നുള്ളതിന് ഇലക്ട്രോൺസിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ വരുന്നത് കൊണ്ടാണ് ചെറിയ ചെറിയ മാഗ്നറ്റുകൾ അതിൽ ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ മാഗ്നറ്റുകൾ ഡിസോർഡറിലായിട്ടാണ് നിൽക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ ഈ ചിത്രം കണ്ടാൽ തന്നെ, മുകളിലത്തെ ചിത്രം കണ്ടാൽ തന്നെ അറിയാം ഇതെന്താണ് ഡിസോർഡർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഡിസോർഡർ ആയിട്ട് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിലൊരു കൃത്യമായിട്ടുള്ള നോർത്ത്, കൃത്യമായിട്ടുള്ള സൗത്ത് പോളുകൾ ഉണ്ടായിരിക്കില്ല. അതായത് ഉത്തര ധ്രുവം ദക്ഷിണ ധ്രുവം ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതൊരു കൃത്യമായിട്ടുള്ള ഒരു നല്ല ശക്തിയുള്ളൊരു മാഗ്നറ്റായിട്ട് ബിഹേവ് ചെയ്യാനായിട്ട് ഇതിന് പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വേറൊരു മാഗ്നറ്റിക് ഫീൽഡിൽ, പുറത്തു നിന്നൊരു മാഗ്നറ്റിക് ഫീൽഡിൽ, കാന്തിക വലയത്തിലാണ് ഇത് കൊണ്ടുവയ്ക്കുന്നത് വെച്ചാൽ ഈ ഡിസോർഡറിലായിട്ട് ഇരിക്കുന്ന ഓരോ ചെറിയ മാഗ്നറ്റുകളും ഓർഡറിലായിട്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഓർഡറിലായി നിൽക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഇടതുവശത്ത് നോർത്ത് എന്നുള്ള സൈഡ്, അതായത് ഉത്തര ധ്രുവമായിട്ട് മാറിയിട്ടുണ്ട്. എല്ലാം എൻ 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 എന്നുള്ള രീതിയിലാണ്. ഇനി അതുപോലെ തന്നെ ഇവിടെ വലതുവശത്ത് ദക്ഷിണ ധ്രുവമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മോളിക്കുലാർ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ കണികകളിൽ തന്നെ ഈ ഒരു സ്വഭാവമുണ്ട്, മാഗ്നറ്റിക് പ്രോപ്പർട്ടി. ഇലക്ട്രോണിൻ്റെ അറേഞ്ച്മെൻറ്റിൽ വരുന്ന വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് വരിക. അങ്ങനെയുള്ള ഈ ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ത് ചെയ്യണം, നമ്മൾ ഒരു കാന്തിക വലയം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും കൂടി ഇൻഡ്യൂസ് ചെയ്തിട്ട് ചെറിയ ചെറിയ ബാർ മാഗ്നറ്റുകൾ എന്ത് ചെയ്യും, ഒരു ഡിസോർഡറിൽ നിന്നുള്ളത് ഓർഡറിലായിട്ട് ഒരു വലിയ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ മാഗ്നറ്റിക് നേച്ചർ കാണിക്കും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണത്തിൽ, ഇപ്പോൾ നമ്മളൊരു കാന്തത്തിൻ്റെ മുകളിൽ ഒരു ഇരുമ്പിൻ്റെ സ്ക്രൂ വെച്ച് കഴിഞ്ഞാൽ അത് അതിന് അട്രാക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്, ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മൾ വേറൊരു സ്ക്രൂ കൂടെ അതിന് എടുത്ത് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ആ ചെറിയ നമ്മൾ ആദ്യം വെച്ച സ്ക്രൂവിനെ രണ്ടാമത്തെ സ്ക്രൂവിനെ ആകർഷിക്കും. അപ്പോൾ ഇതിൻ്റെ സ്വഭാവം എന്താ വെച്ചാൽ ആദ്യത്തെ സ്ക്രൂ മാഗ്നറ്റായി മാറി എന്നുള്ളതിന് ഉദാഹരണമാണിത്. ഇപ്പോൾ ചില സമയത്ത് സ്ക്രൂ ഡ്രൈവറിലൊക്കെ ഇതേ പ്രോപ്പർട്ടി, സ്ക്രൂ ഡ്രൈവറിൽ നമ്മൾ ചെറിയ സ്ക്രൂകൾ തട്ടിക്കുന്ന സമയത്ത് അതിങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നത്, അതായത് സ്ക്രൂ ഡ്രൈവറിൽ വെക്കുന്ന സ്റ്റീല് ഇതേപോലെ കാന്തിക സ്വഭാവം ഉള്ളതാണ്. അപ്പോൾ ആ ഒരു ചെറിയ കാന്തിക സ്വഭാവം സ്ക്രൂവിലേക്ക് എന്ത് ചെയ്യപ്പെടുകയാണ്, കൃത്യമായിട്ട് ഇതേപോലെ സ്ക്രൂവിൽ കാന്തിക സ്വഭാവം ഇല്ലായിരുന്നു. അതായത് അതിൻ്റെ ഉള്ളിലുള്ള കണികകൾ ഇങ്ങനെ ഡിസോർഡർ ആയിട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സ്ക്രൂ ഡ്രൈവറിൻ്റെ എൻഡ് ചെല്ലുന്ന സമയത്ത് അവിടെ ഓർഡറായിട്ട് ഒരു കാന്തമായിട്ട് മാറാനുള്ള ചാൻസ് വരികയാണ്. അങ്ങനെയാണ് അത് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു വസ്തുവിൻ്റെയാണ് പറഞ്ഞത്, ഏതൊരു വസ്തുവിനും ഈ ഒരു സംഗതി ഉണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ കാര്യം എന്ന് പറഞ്ഞാൽ ഏതൊരു വസ്തുവിൻ്റെയും പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ എന്ത് മെറ്റീരിയൽ ആണെങ്കിലും, പ്ലാസ്റ്റിക്, ഇരുമ്പ്, അങ്ങനെയുള്ള ഏത് തരത്തിലുള്ളതാണെങ്കിലും അതിൻ്റെ മോളിക്കുലാർ ഘടനയിൽ ഒരു ചെറിയ മാഗ്നറ്റിക് സ്വഭാവം ഉണ്ടായിരിക്കും. അതിനെയാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഊർജ്ജപ്പെടുത്തിയെടുക്കുന്നത്. പക്ഷേ ഈ സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ ഭൂമിക്കും ഇതുപോലെ തന്നെ ഉണ്ട്, ഒരു മാഗ്നറ്റിക് സ്വഭാവം ഉണ്ട്. അപ്പോൾ ഭൂമി സ്വാഭാവികമായിട്ടും അതിൻ്റെ അച്ചുതണ്ടിൽ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആ അച്ചുതണ്ടിൽ നിന്ന് കുറച്ച് ചെരിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്, അതിൻ്റെ മാഗ്നറ്റിക് ആക്സിസ് വരുന്നത്. അതായത് മാഗ്നറ്റിക് സൗത്ത് പോളും മാഗ്നറ്റിക് നോർത്ത് പോളും നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും. ഭൂമി എന്നുള്ളതിൽ സാധാരണയായിട്ട് ഭൂമിൻ്റെ ആക്സിസ് എങ്ങനെയാണോ അതിൽ നിന്നൊരു ചെറിയ ഡിഗ്രി ചെരിഞ്ഞിട്ടുള്ള രീതിയിലാണ് മാഗ്നറ്റിക് ആക്സിസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഡയറക്ഷൻ നോക്കാനായിട്ട് ഉപയോഗിക്കുന്ന കോമ്പസ് എന്നുള്ള സാധനം,
ആ കോമ്പസ് എന്നുള്ള സാധനം എപ്പോഴും നോർത്തിലേക്കാണ് അട്രാക്ട് ചെയ്യാൻ. കോമ്പസ് ഒരു എന്താണ് മാഗ്നറ്റാണ്. അതായത് ഭൂമിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൽ അറേഞ്ച് ചെയ്ത് നിൽക്കുന്ന ഒരു വസ്തുവാണ് കോമ്പസ് എന്നുള്ളത്. അപ്പോൾ വടക്ക് നോക്കി യന്ത്രം എന്ന് പറയും. അപ്പോൾ ആ കോമ്പസ് നമ്മൾ തുറന്ന് നോക്കുന്ന സമയത്ത് അതെപ്പോഴും നോർത്തിനെയാണ് പോയിൻ്റ് ചെയ്യുക. നോർത്തിനെ പോയിൻ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിക്കും അത് ഭൂമിൻ്റെ നോർത്തിനല്ല പോയിൻ്റ് ചെയ്യുന്നത്, ഭൂമിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൽ വരുന്ന നോർത്ത് പോളിനെയാണ് പോയിൻ്റ് ചെയ്യുന്നത്. അതായത് ഇത് രണ്ടും വ്യത്യസ്ത, ഏകദേശം ഒരേ സ്ഥലത്ത് തന്നെയായിരിക്കും. അതായത് പക്ഷേ ഒരു ചെറിയ മാറ്റം ഉണ്ടാവും. കറക്റ്റ് രണ്ട് പോയിൻറ്റും ഒരേ പോയിൻ്റ് ആയിട്ടല്ല നിൽക്കുന്നത്, രണ്ടും വെവ്വേറെ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ മാഗ്നറ്റിക് നോർത്തും ഭൂമിൻ്റെ കറക്റ്റ് നോർത്തും ഏകദേശം ഒരേപോലെയാണ്. അതുകൊണ്ടാണ് ദിശ മനസ്സിലാക്കാനായിട്ട് നമ്മൾ കോമ്പസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ജിയോഗ്രഫിക് നോർത്ത് പോളും ജിയോഗ്രഫിക് സൗത്ത് പോളും എന്ന് കാണിച്ചിട്ടുണ്ട് കൃത്യമായിട്ട്. അപ്പോൾ ഇതിൽ ചിത്രത്തിൽ NAS എന്ന് എഴുതിയ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അത് ഓർഡർ ഇല്ലാണ്ടാണ് എഴുതിയിരിക്കുന്നത് തോന്നുന്നു. ശരിക്കും തിരിച്ചാണ് വരേണ്ടത്. ജിയോഗ്രഫിക് സൗത്ത് പോളിൻ്റെ അടുത്താണ് മാഗ്നറ്റിക് സൗത്ത് പോൾ വരുന്നത്. അതുപോലെ തന്നെ മാഗ്നറ്റിക് നോർത്ത് പോൾ വരുന്നത് എവിടെയാണ്? ജിയോഗ്രഫിക് നോർത്ത് പോളിൻ്റെ അടിയിലാണ്. ഇത് പറയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡയറക്ഷൻ നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഒരു മിനിറ്റ്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇതാണ് മാഗ്നറ്റിക് സൗത്ത് പോൾ എന്നുള്ളത്. സൗത്ത് പോൾ, സൗത്ത് എന്നുള്ളത് ഇതാണ്, ഇത് നോർത്ത് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് മാഗ്നറ്റിക് ആക്സിസ് എന്ന് പറഞ്ഞാൽ, ഭൂമിൻ്റെ മാഗ്നറ്റിക് ആക്സിസ് ആണിത്. ഇത് സാധാരണയായിട്ട് വരുന്ന ഇതാണെങ്കിൽ സാധാരണയായിട്ട് വരുന്ന ഭൂമിൻ്റെ അച്ചുതണ്ടായിട്ട് വരുന്ന നോർത്ത് പോളും സൗത്ത് പോളും കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിൻ്റെ നോർത്തും തമ്മിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ കോമ്പസ് കാണിക്കുന്ന സമയത്ത് എപ്പോഴും കാണിക്കുന്നത് മാഗ്നറ്റിക് നോർത്തിലേക്കാണ് കോമ്പസ് എപ്പോഴും ചൂണ്ടി നിൽക്കുന്നത്. അപ്പോൾ ആ ചൂണ്ടി നിൽക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ ഇത് കാണിച്ചിട്ടുള്ളത് ശരിക്കും എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡല്ല. നമ്മൾ വേറൊരു കാന്തം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാന്തം എപ്പോഴും അറേഞ്ച് ചെയ്യുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. സൗത്ത് ഉത്തര ധ്രുവത്തിലേക്ക് കാണിക്കുന്ന രീതിയിലും നോർത്ത് നമ്മൾ പുറമേ കാണിക്കുന്ന മാഗ്നറ്റിൻ്റെ നോർത്ത് ദക്ഷിണ ധ്രുവത്തിലേക്ക് കാണിക്കുന്ന രീതി. അതായത് അങ്ങനെ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ മാഗ്നറ്റുകൾ എപ്പോഴും Nഉം Sഉം എന്നുള്ള മാഗ്നറ്റുകൾ നോർത്തും സൗത്തും തമ്മിലാണ് എപ്പോഴും അട്രാക്ഷൻ വരിക, ആകർഷണം വരിക. Nഉം Sഉം ഇത് രണ്ടും വെച്ച് കഴിഞ്ഞാൽ വികർഷണമാണ് ഉണ്ടാവുക. അത് ഉണ്ടാവുന്നത് സ്വന്തം ലൈക്ക് പോൾസ് റിപ്പൽ ചെയ്യുന്നു, ഡിസ്ലൈക്ക് പോൾസ് അട്രാക്റ്റ് ചെയ്യുന്നു. നമ്മൾ ചാർജിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ആ ഒരു സ്വഭാവമാണ് മാഗ്നറ്റിക് ഫീൽഡിൽ വരുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിലെ ടേംസുകളാണ് പറയാനുള്ളത്. അത് എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ടേംസുകളല്ല. നമ്മൾ സാധാരണയായിട്ടൊരു മാഗ്നറ്റ് കാണിക്കുന്ന സമയത്ത് എന്തൊക്കെ ആണ് ആ മാഗ്നറ്റിന് ഉണ്ടാവുക എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന ഈ മഞ്ഞ വരയിലുള്ള ഈ ലൈൻസിനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. അതായത് ഈ വര എത്രത്തോളം ദൂരം വരുന്നുണ്ടോ അതിൻ്റെ ആ ഒരു സ്പേസിനെയാണ് അല്ലെങ്കിൽ ആ ഒരു ഏരിയനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിളിക്കുക. ഇത് ശരിക്കും 3 ഡയമെൻഷനൽ ആയിട്ടാണ് വരിക. നമ്മളിപ്പോൾ ഒരു ഡെസ്കുമ്മൽ വെക്കുന്നുണ്ട് വെച്ചാൽ ആ ഡെസ്കിൻ്റെ അടിയിൽ പേപ്പർ ഉണ്ട് വെച്ചാൽ ആ പേപ്പറിൽ നമുക്ക് വരച്ച് കാണിക്കാൻ പറ്റും ആ പ്ലെയിനിൽ എങ്ങനെയാണ് ഫീൽഡ് വരുന്നത് എന്നുള്ളത്. പക്ഷെ ആ മാഗ്നറ്റിൻ്റെ കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ ഇതേ ഫീൽഡ് വരുന്നുണ്ടായിരിക്കും. അതിൽ മാഗ്നറ്റിക് ആക്സിസ് എന്നുള്ള ഒരു കാര്യവും അതുപോലെ തന്നെ ന്യൂട്രൽ ആക്സിസ് എന്നുള്ള ഒരു കാര്യം വരുന്നുണ്ട്. മാഗ്നറ്റിക് ആക്സിസ് എന്ന് പറഞ്ഞാൽ രണ്ട് പോളുകളെയും ഒരേപോലെ ജോയിൻ ചെയ്യുന്ന ആക്സിസിനെയാണ് മാഗ്നറ്റിക് ആക്സിസ് എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൽ വരച്ചിട്ടുള്ളത് ന്യൂട്രൽ ആക്സിസ് ആണ്. ന്യൂട്രൽ ആക്സിസിനെയാണ് മാഗ്നറ്റിക് ആക്സിസ് എന്ന് പേര് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ പറയാം, രണ്ട് പോളുകളെയും ബന്ധിപ്പിക്കുന്ന ഈ നോർത്തിനെയും സൗത്തിനെയും ബന്ധിപ്പിക്കുന്നതാണ് മാഗ്നറ്റിക് ആക്സിസ് എന്ന് പറയുന്നത്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ന്യൂട്രൽ
ആക്സിസ് ആണ്. ഇനി അതുപോലെ തന്നെ ഒരു മാഗ്നറ്റ് എടുക്കുകയാണെങ്കിൽ രണ്ട് പോളുകൾ ഉണ്ടായിരിക്കും, ഒരു എന്നും ഒരു എസ്സും. മാഗ്നറ്റിക് ഫീൽഡ് എത്ര സൈഡിൽ എത്രത്തോളം വരുന്നുണ്ട് എന്ന് കാണിക്കുന്ന ഇമാജിനറി ആയിട്ടുള്ള ലൈൻസിനെയാണ് മാഗ്നറ്റിക് ലൈൻസ് അല്ലെങ്കിൽ ഫ്ലക്സ്, മാഗ്നറ്റിക് ലൈൻസ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് വിളിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ പറയുന്നത് യൂണിറ്റ് പോൾ എന്നുള്ളത്. യൂണിറ്റ് പോൾ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ അപ്പാർട്ട് വയ്ക്കുന്ന സമയത്ത് യൂണിറ്റ് പോൾ മേ ബി ഡിഫൈൻഡ് ആസ് എ പോൾ വിച്ച് വെൻ പ്ലേസ്ഡ് 1 മീറ്റർ അപ്പാർട്ട് ഫ്രം ആൻ ഈക്വൽ ഓർ സിമിലർ പോൾ റിപ്പൽ ഇറ്റ് ഫോഴ്സ് ഓഫ് 10 ന്യൂട്ടൺ. അതായത് നമ്മൾ രണ്ട് മാഗ്നറ്റുകൾ എടുത്ത് വെക്കുകയാണ്, പക്ഷെ ആ രണ്ട് മാഗ്നറ്റുകൾ എടുത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ 1 മീറ്റർ അകലം പാലിച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ 1 മീറ്റർ അകലം പാലിച്ചുകൊണ്ട് വെക്കുന്ന സമയത്ത് ഈ ഒരു മാഗ്നറ്റ് മറ്റു മാഗ്നറ്റിനെ റിപ്പൽ ചെയ്യണം, എതിർക്കണം, 10 ന്യൂട്ടൺ ഫോഴ്സിൽ എതിർക്കണം. അങ്ങനെ വരുന്ന ആ ഒരു ക്വാണ്ടിറ്റിനെയാണ് യൂണിറ്റ് പോൾ എന്ന് വിളിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്നുള്ളത് പറഞ്ഞു. എത്ര സ്പേസിലാണ്, ഏതൊരു സ്പേസിലാണ് മാഗ്നറ്റിക് ശക്തി, അത് ആ കാന്തത്തിൻ്റെ ശക്തി വലയം ചെയ്ത് നിൽക്കുന്നത്, അതിനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിളിക്കുന്നത്. ആ ഫീൽഡിൽ നമ്മൾ ഇമാജിനറി ആയിട്ട് വരയ്ക്കുന്ന വരകളെയാണ് ഫീൽഡ് ലൈൻസ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ലൈൻസ്, മാഗ്നറ്റിക് ഫ്ലക്സ് എന്നൊക്കെ വിളിക്കുന്നത്. പിന്നെ മാഗ്നറ്റിക് ആക്സിസ് എന്നുള്ളത് നോർത്ത് പോളിനെയും സൗത്ത് പോളിനെയും ബന്ധിപ്പിക്കുന്ന രീതിയിൽ വരുന്ന ഒരു ആക്സിസാണ് മാഗ്നറ്റിക് ആക്സിസ്. ആ മാഗ്നറ്റിക് ആക്സിസിന് ലംബമായിട്ട് വരുന്ന, കറക്റ്റ് മാഗ്നറ്റിൻ്റെ സെൻറ്ററിലൂടെ ലംബമായിട്ട് വരുന്നതിനെയാണ് മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് എന്ന് വിളിക്കുന്നത്. പിന്നെ യൂണിറ്റ് പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മീറ്റർ അകലം രണ്ട് മാഗ്നറ്റുകൾ സെയിം പോളുകളാണ്, രണ്ട് മാഗ്നറ്റുകൾ സെയിം പോളുകൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാഗ്നറ്റ് മറ്റു മാഗ്നറ്റിനെ 10 ന്യൂട്ടൺ ഫോഴ്സ് കൊണ്ട് എതിർക്കണം. ആ ഒരു അളവിനെയാണ് ഒരു യൂണിറ്റ് പോൾ എന്നുള്ളതായിട്ട് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷനിൽ നോക്കുന്നത്. അതിനുശേഷം മാഗ്നറ്റൈസിങ്ങിൻ്റെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. മാഗ്നറ്റൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെമ്പററി മാഗ്നറ്റ്, അതിനുശേഷം പെർമനൻറ്റ് മാഗ്നറ്റ് എന്നുള്ള ഒരു സെക്ഷൻ. അപ്പോൾ പെർമനൻറ്റ് മാഗ്നറ്റ് ആക്കി മാറ്റുന്നത് എങ്ങനെയാണെന്നുള്ളത് അതിന് വരുന്ന രണ്ട് രീതിയിലാണ്: ടച്ച് മെത്തേഡ്, ഇലക്ട്രിക് കറണ്ട് വഴി, അല്ലെങ്കിൽ ഇൻഡക്ഷൻ മെത്തേഡ്. അപ്പോൾ ടച്ച് മെത്തേഡ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റുകൾ തമ്മിൽ, അതായത് മാഗ്നറ്റ് അല്ലാത്തൊരു വസ്തുവും മാഗ്നറ്റ് ആയിട്ടുള്ളൊരു വസ്തുവും കൂടെ തട്ടിച്ച് കഴിഞ്ഞാൽ, കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ വരുന്നതിനെയാണ് ടച്ച് മെത്തേഡ്. അതിൽ സിംഗിൾ ടച്ച്, ഡബിൾ ടച്ച്, ഡിവൈഡ് ടച്ച് എന്ന് പറഞ്ഞാൽ ഒക്കെ ഉള്ള 3 ടൈപ്പുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രിക് കറണ്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് സ്വഭാവമുള്ള ഒരു ചെറിയ ഒരു മെറ്റീരിയൽ ഉണ്ട്. ആ മെറ്റീരിയലിനെ കൂടുതൽ ശക്തിയുള്ള മാഗ്നറ്റ് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, പെർമനൻ്റ് അല്ലാത്ത ടെമ്പററി മാഗ്നറ്റുകളായിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റുകൾ ഉണ്ടാക്കും. അപ്പോൾ വോൾട്ടേജ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ കറണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ കൂടി വരും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കൂടുതൽ കറണ്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന വസ്തുവിന് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഉദ്ദേശിക്കുന്ന മെറ്റീരിയലിന് കൂടുതൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ചെലുത്താനായിട്ട്, അല്ലെങ്കിൽ അതിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ ഇൻഡക്ഷൻ എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ പറഞ്ഞു, ഒരു സ്ക്രൂ ഡ്രൈവർ സ്ക്രൂ എന്നുള്ളതിൻ്റെ അത് കോണ്ടാക്റ്റിൽ വരുന്നുണ്ട്. അത് കൂടാണ്ട് കുറച്ചും കൂടെ ഒന്ന് അടുത്തടുത്ത് വെക്കുകയാണെങ്കിൽ ഒരു ഒരു അയൺ നെയിലും ഇരുമ്പ് ആണിയും പിന്നെ ഒരു ബാർ മാഗ്നറ്റും നമ്മൾ അടുത്തടുത്ത് വെക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ഇരുമ്പാണി മാഗ്നറ്റിലേക്ക് ആകർഷിക്കുന്നുണ്ട്. അതായത് ആ മാഗ്നറ്റിക് പ്രോപ്പർട്ടി പെട്ടെന്ന് അതിലേക്ക് ഉണ്ടാകുന്നത് കൊണ്ടാണ് വരുന്നത്. അതിനെയാണ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ തൊടുന്നതിന് മുന്നേ തന്നെ, ഒന്നും ചെയ്യാതെ തന്നെ, കോണ്ടാക്റ്റ് ഒന്നും ഇല്ലാതെ തന്നെ അതിൽ മാഗ്നറ്റ് ഇൻഡ്യൂസ് ചെയ്തിട്ട് അട്രാക്ഷൻ ഉണ്ടാകുന്നത്. ഇനി മാഗ്നറ്റുകളെ എങ്ങനെ സൂക്ഷിക്കണം എന്നുള്ളതാണ്. മാഗ്നറ്റുകളെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ മാഗ്നറ്റുകൾ അങ്ങനെ പൊട്ടിപ്പോകാനോ പൊടിഞ്ഞു പോകാനൊന്നും പാടില്ല. അതായത് എങ്ങനെ പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു ബാർ മാഗ്നറ്റിനെ കറക്റ്റ്, ഒരു ബാർ മാഗ്നറ്റ് ഉണ്ട് NS എന്നുള്ളത്, ഇതിനെ നമ്മൾ സെൻട്രലായിട്ട് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സെൻട്രലായിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും, ഇത് 2 പീസായിട്ടുണ്ടെങ്കിൽ ഈ 2 പീസിനും 2 മാഗ്നറ്റ് ആയിരിക്കും. പക്ഷേ ശക്തി ഡിഫറൻ്റ് ആയിരിക്കും. ഇവിടെ N-ഉം ഇവിടെ S, ഇവിടെ N ആണ്, അതിന് മാറ്റില്ല. പക്ഷേ ഇവിടെ ഒരു പുതിയ S-ഉം ഇവിടെ ഒരു പുതിയ N ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ മുറിഞ്ഞു പോകാൻ പാടില്ല. അതേപോലെ മാഗ്നറ്റുകൾ എങ്ങനെ കെയർ ചെയ്യേണ്ടത് വെച്ചാൽ, അത് മുറിഞ്ഞു പോവുക, പൊട്ടുക, അല്ലെങ്കിൽ താഴ്ത്തിടുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ അതേപോലെ ചുറ്റിക എടുത്ത് അതിനെ ഹാമർ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല.
പിന്നെ ഹീറ്റ് ചെയ്യുക, ചൂടാക്കി കഴിഞ്ഞാൽ ചൂടാക്കരുതെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ചൂടാക്കുന്ന സമയത്ത് അതിലുള്ള ഇലക്ട്രോണുകൾ അതുപോലെ തന്നെ ആറ്റങ്ങളുടെ ഒക്കെ അറേഞ്ച്മെൻറ്റ് മാറും. അതുകൊണ്ടാണ് ഒരു മാഗ്നറ്റിനെ ചൂടാക്കരുത് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടു പോകും. പിന്നെ അതുപോലെ തന്നെ മാഗ്നറ്റിക് എപ്പോഴും എന്ത് ചെയ്യാം, മാഗ്നറ്റുകൾ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡ് വരുന്നത് എപ്പോഴും അടുത്തടുത്ത് വരുന്ന രീതിയിൽ പ്ലേസ് ചെയ്യാം. അതായത് അവർ അട്രാക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ എപ്പോഴും വെക്കാൻ ശ്രമിക്കുക, അങ്ങനെ എടുത്തു വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ കീപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ മാഗ്നറ്റുകൾ എടുത്തു വെക്കുന്ന ബോക്സുകൾ അല്ലെങ്കിൽ കേസിനെയാണ് കീപ്പേഴ്സ് എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ കൃത്യമായിട്ട് സ്റ്റോർ ചെയ്യാനൊക്കെ ശ്രമിക്കുക. പിന്നെ ഇനി അടുത്ത് പറയുന്നത് മാഗ്നറ്റുകളുടെ പ്രോപ്പർട്ടിയാണ്. അതായത് അട്രാക്റ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ആകർഷണം, ഡയറക്റ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ വികർഷിക്കുന്ന സമയത്ത് അതിന് നീക്കാനായിട്ടുള്ള ഇത് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ ഈ കോമ്പസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എന്താണ്, മാഗ്നറ്റിക് സ്വഭാവം ഉപയോഗിച്ചിട്ടാണ് കോമ്പസ് വർക്ക് ചെയ്യുന്നത്. വടക്ക് നോക്കിയ യന്ത്രം എന്ന് പറഞ്ഞാൽ കോമ്പസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്ഷൻ പറഞ്ഞു തരാനുള്ള, നോർത്ത് ടു സൗത്ത് അല്ലെങ്കിൽ സൗത്ത് ടു നോർത്ത് എന്നുള്ള ഡയറക്ഷൻ പറഞ്ഞു തരാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടത്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എപ്പോഴും നോക്കുക. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നോർത്തിൽ നിന്ന് തുടങ്ങി സൗത്തിലേക്ക് അവസാനിക്കുകയാണ്, പുറത്ത്. പക്ഷേ ഈ പുറത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൗത്തിൻ്റെ ഉള്ളിലേക്ക് ഇത് വന്ന് കയറി പിന്നെയും സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് തന്നെയാണ് പോവുക. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ഫ്രം നോർത്ത് എൻഡ് ഇൻ സൗത്ത്. ഒന്നുകൂടെ പറയാം, നോർത്തിൽ നിന്ന് തുടങ്ങി സൗത്തിൽ അവസാനിക്കുന്ന തരത്തിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എപ്പോഴും ഉണ്ടായിരിക്കുക. പിന്നെ ഇൻഡക്ഷൻ പ്രോപ്പർട്ടി, പോൾ എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടി, അതായത് മുറിച്ച് കഴിഞ്ഞാലും പുതിയ മാഗ്നറ്റുകളാക്കിയാലും പോള് ഇൻക്രീസ് ചെയ്ത് വരും, പോൾ നമ്പർ ഇൻക്രീസ് ചെയ്ത് വരും. പിന്നെ ഡീമാഗ്നറ്റൈസിങ് പ്രോപ്പർട്ടി, അതായത് തിരിച്ചു വരിക. അതായത് മാഗ്നറ്റിക് ഫീൽഡിന് ഒരു ഡയറക്ഷൻ ഉണ്ട്. ഒരു ഡയറക്ഷനിൽ മാഗ്നറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വേറെ ഡയറക്ഷനിൽ വേറെ മാഗ്നറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ മാഗ്നറ്റിക് സ്വഭാവം ഇല്ലാതാവുന്ന രീതിയിൽ മാഗ്നറ്റൈസ് ചെയ്യാനും, അതായത് ഒരു വസ്തുവിനെ മാഗ്നറ്റിക് സ്വഭാവം ചെലുത്താനും ആ വസ്തുവിൽ നിന്ന് മാഗ്നറ്റിക് സ്വഭാവം ഇല്ലാതാക്കാനും മാഗ്നറ്റിങ്ങിന് പറ്റും. അതായത് മാഗ്നറ്റ്സിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് വരും. പിന്നെ സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമം ലെവലിൽ മാഗ്നറ്റിക് കാന്തിക ശക്തി കാണിക്കുന്നത്. പിന്നെ അട്രാക്ഷൻ, റിപ്പൽഷൻ, ആകർഷണം, വികർഷണം എന്നുള്ള സാധ്യത. ഇത്രയാണ് ഒരു മാഗ്നറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ പറഞ്ഞിട്ടുള്ളത്. താങ്ക് യു.